അത് നോൽമ്പാ ചട്ടി നോമ്പ നോറ്റി അല്ലേ? ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നതാ ഞാനൊരു ഉച്ചമുക്കാലൊക്കെ ആയപ്പോൾ നമ്മൾ കിച്ചണിൽ കയറിയിരിക്കുന്നത്. തുറക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തട്ടിക്കൂട്ടണല്ലോ. അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് കട്ട്ലേറ്റ് ആണ് കേട്ടോ. അതിനുള്ള ഓരോരുത്തർ കുക്കറിലായിട്ടും വേവിച്ചിട്ടും വേവിക്കാതെയൊക്കെ ഞാനിവിടെ സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്നിപ്പോ തുറക്കാനുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള ഫുഡൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് നമുക്കിന്ന് പള്ളിയിൽ നിന്ന് കിട്ടും. കാരണം ഇത് അത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത ദിവസം ബദരീങ്ങളാണ്ടിൻ്റെ അന്ന് കേട്ടോ. ബദരീങ്ങളാണ്ടിൻ്റെ അന്ന് പള്ളിക്ക് നേർച്ച ഉണ്ടാവും. അപ്പോൾ അവിടുന്ന് ഫുഡ് കിട്ടും. മോളെ ഇന്ന് എത്രാമത്തെ നോൽമ്പാ? നാലാമത്തെ നോൽമ്പാണ്. കഴിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഇന്ന് എൻ്റെ സഹായി നിയക്കുട്ടിയാണ് കേട്ടോ. ആൾക്ക് നോമ്പൊക്കെ ഉണ്ട്. പക്ഷെ ഈ സമയത്തൊന്നും ആൾക്ക് വലിയ ക്ഷീണം കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ കൂടെ കൂടി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു 3-4 ചിക്കൻ പീസ് ഉണ്ടെങ്കിൽ അതൊന്ന് കുക്കറിൽ ഇത്തിരി കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടുകൊണ്ട് വേവിച്ചെടുത്തിന് കേട്ടോ. അതൊന്ന് മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണേ. കുരുമുളക് പൊടി മാത്രം ചേർത്തത് കൊണ്ടാണ് അത് ഒരു ഇത്തിരി വെള്ള കളർ പോലെ കേട്ടോ പൊടിച്ച് വന്നപ്പോൾ. അത് സാരല്ല, നമുക്ക് ആ കട്ട്ലേറ്റിൻ്റെ മിക്സ് ഇടുമ്പോൾ ആ മഞ്ഞ കളറോ ചുവപ്പ് കളറൊക്കെ ഇങ്ങോട്ട് ആയിക്കോളും. പിന്നെ ഞാൻ ചിക്കൻ വേവിച്ച അതേ ആ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് ഒരു 2 ഉരുളക്കിഴങ്ങ് ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. അതൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് സഹായികളെ കൊണ്ട് തട്ടി തടഞ്ഞ് നടക്കാൻ വെച്ചാന്ന് പറഞ്ഞ കൊലത്തിലാണ് കേട്ടോ. അവർക്ക് എല്ലാത്തിലും ഒരു കൈ സഹായിക്കണം. അപ്പോൾ ഈ പൊട്ടാറ്റോ സ്മാഷ് ചെയ്യാൻ 2 വേണമെന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു ടൈം കൊടുത്തിട്ടാണ്. കുറച്ച് സമയം ഒരാൾ, അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഒരാൾ. ഇതിലൊന്നും പെടാത്ത ഒരാൾ ഇതാ അവിടെ ഇരുന്ന് നോമ്പ് തുറക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുന്നേ കാക്കു? പിന്നെ കാക്കു പറഞ്ഞു നോമ്പ് ചോദ്യത്തില്ല പടിയാ. ഒരു നോമ്പ് പോലും നോറ്റിട്ടില്ല. ശരി, ഉത്താണ് മഞ്ഞൾ. ചട്ടി നോമ്പല്ലേ നോറ്റിട്ടുള്ള? ചട്ടി നോമ്പല്ലേ നോറ്റത്? ചട്ടി നോമ്പാ നോറ്റി അല്ലേ? പിന്നെ ഏത് നോമ്പാ നോറ്റേ? ചട്ടി. അപ്പം ഞാൻ കട്ട്ലേറ്റിൻ്റെ മിക്സ് ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പം നമ്മളെ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ സവാള ചെറുതാക്കിയിട്ട് കൊത്തി അരിഞ്ഞെടുത്തത് കേട്ടോ. അത് ചേർത്തെടുത്ത് പിന്നെ വയറ്റിയെടുക്കാൻ ഇവിടെ ഞാൻ കൂടിത്തരാമെന്ന് പറഞ്ഞിട്ട് നിയമോളും നിന്നെ കൂടെ കട്ടക്കുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാലേ അത് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ഞങ്ങൾ നോമ്പ് തുറക്കുന്നത് ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അത് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിക്കണേ. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇന്ന് പിന്നെ കൂടെ കട്ടക്ക് കൂടി തന്നിക്കണത് കേട്ടോ. പിന്നെ ഞാനേക്ക് മസാല പൊടികളൊക്കെ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ക്രഷ് ചെയ്ത് വെച്ച ചിക്കനും ഉടച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോയും ചേർത്തെടുത്ത് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ മിക്സ് റെഡിയാക്കി കേട്ടോ. ഇനി അതൊന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും എനിക്കൊരു കൊറിയർ വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടേനി. അപ്പം പൊട്ടിക്കുന്ന ആള് അജിക്കുട്ടനാണ്. ഇവിടെ ഒരു 2 ആള് ആരെങ്കിലൊക്കെയാണ് പൊട്ടിക്കല്. ഒരു 2 ആൾ ഇല്ലാത്ത സമയത്താണ് ഞാൻ പൊട്ടിക്കല് കേട്ടോ. അപ്പം ഇത് മയാസിന്റെ ഓർഗാനിക് ഹെന്നയാണ് കേട്ടോ. മയാസിന്റെ സ്വന്തം ഫ്രണ്ടിന്റെ ഇതാണ് കേട്ടോ. ഓള് ഉണ്ടാക്കണ ഇതാണ്. നെയിൽ കോണും ഹാൻഡ് കോണും സ്റ്റെൻസിൽസും ബ്ലാക്ക് ഹെന്നയും പിന്നെ കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഒരു 4-5 വർഷത്തോളമായിട്ട് എല്ലാ ഇതിനും ഓളെ പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കല്. ഇതൊരു ബ്യൂട്ടി സോപ്പാണ് കേട്ടോ. ഇത് മാത്രമൊന്നുമല്ല, പിന്നെ മഞ്ഞളിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് ആളെന്നെ തൊലിയൊക്കെ കളഞ്ഞ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി പൊടിച്ചിരുന്നതാണ് കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് അത് മുഖത്തിട്ടാലും അങ്ങനെ ഒരു നീറ്റൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ ഉപയോഗിച്ച് നോക്കിയിരിക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കുറച്ച് എന്താണ് സ്കിൻ ബ്രൈറ്റനിങ് ഓയിലും ബ്രൈറ്റനിങ് ഫേസ് പാക്സും ഒക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ തലയിൽ തേക്കണ എണ്ണ ഉണ്ടല്ലോ,
അതുണ്ട്. ഇത് ബീട്രൂട്ട് ലിപ് ബാമാണ് കേട്ടോ. ഇത് അടിപൊളിയാണേ. ഇത് ഞാനും മുമ്പും ഓൾ അയച്ചു തന്നിട്ട് ഞാനും നീയക്കുട്ടി ഉപയോഗിച്ച് നോക്കിയിരിക്കണേ. നമ്മൾ ഈ ചുണ്ട് കൂട്ടുന്ന സമയത്തൊക്കെ ഉഷാറാണ്. എന്നാൽ ചുണ്ടിനൊരു നല്ലൊരു ഇത് കിട്ടുകയും ചെയ്യും. എന്നാൽ ലിപ്സ്റ്റിക് ഇട്ട പോലെ ഉണ്ടാവില്ല. പിന്നെ അലോവേര ജെല്ലും ഒക്കെ ആളെ സ്വന്തം പ്രൊഡക്റ്റുകളാണ് കേട്ടോ. ആളെൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പം എനിക്ക് വിശ്വസിച്ചിട്ട് വാങ്ങിക്കാം. മെഹന്തി ഞാൻ എല്ലാ പെരുന്നാക്കും ആൾ തന്നെയാണ് ഇടല് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ സൈഡിൽ ഫോട്ടോ കൊടുക്കാം കേട്ടോ. അത് അത്രയും സാധനങ്ങൾ ആളെ ഇതിലുള്ളതാണ് കേട്ടോ. പിന്നെ നമ്പറും ഞാൻ കൊടുത്തിക്കണേ. അപ്പോൾ ആവശ്യമുള്ള വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് മെഹന്തിയോ ഈ വക സാധനങ്ങളോ ഒക്കെ വാങ്ങണമെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ ഇന്നലെ നീയക്കുട്ടിക്ക് ഞാനിതാ മെഹന്തി ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചൊറുക്കില്ല, ഇതാണ് ചൊറുക്ക് പറഞ്ഞിട്ട് കാണിച്ചു തരാണ്. കാരണം ഇവൾ ഉറങ്ങിയ സമയത്താണ് ഞാൻ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത് ഓള് നല്ല രീതിക്ക് തന്നെ തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഫുള്ളായിട്ട് ഉണങ്ങണതിന് മുന്നേ ഉള്ള കയ്യിൽ നിന്ന് പോയിട്ടുണ്ടേനിയെ. കാരണം ഞാൻ രാവിലെ പെലച്ചക്ക് നീച്ചിട്ട് നോക്കുമ്പോൾ മൈലാഞ്ചി ഒന്നും കഴിയുമ്പോൾ കാണാനില്ല. അതിൻ്റെ ആ പച്ച കളറൊക്കെ പോയിട്ടുണ്ടേനി. എന്നാലും ഇത്ര ചുമന്നു കേട്ടോ. ഇനി നാളേക്കൊക്കെ ഇതിലേറെ കുറച്ചും കൂടി ചുമക്കും. അപ്പോൾ ആവശ്യമുള്ളവർ ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിട്ടോ. അപ്പം ഇനി നമുക്ക് നമ്മളെ ബാക്കി പണിക്ക് കിടക്കാം. നമ്മൾ കട്ട്ലേറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ചൂടാറിയാൽ തന്നെ ഇനി നമുക്കതൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഇത് ഷേപ്പാക്കാൻ ഞാൻ ഒരു 1-2 ഷേപ്പറുകളോട് വാങ്ങിച്ചിട്ടോ. റൗണ്ടിലും ഹാർട്ട് ഷേപ്പിലും ഒരു പൂവിൻ്റെ ഷേപ്പിലും ഒക്കെ ഓരോ സുനാമാക്കികൾ ഞാൻ വാങ്ങി വെച്ചിരുന്നു. പിന്നെ നമ്മളിവിടെ എന്ത് സുനാമാക്കി വാങ്ങിച്ചാലും ആ ആവശ്യ സമയത്ത് ഉപകരിക്കൽ വളരെ കുറവാണ്. ഇപ്രാവശ്യം ആവശ്യ സമയത്ത് ഉപകരിക്കാൻ ആ സാധനം ഉണ്ടായില്ല. പിന്നെ ഞാൻ കയ്യിൽ വെച്ച് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് നോക്കി, അതൊന്നും അത്ര അങ്ങോട്ട് ശരിയായില്ല. പിന്നെ ഞാൻ നമ്മളെ പയ്യെ പോലെ തന്നെ ഒരു കുപ്പിൻ്റെ മൂടി അങ്ങോട്ട് എടുത്തിട്ട് അതിലിതാ ഒരിത്തിരി എണ്ണ ഒഴിച്ചെടുത്ത് എണ്ണ തടവി കൊടുത്തിട്ട് നമ്മളെ കട്ട്ലേറ്റ് ഓരോന്നോരോന്നായിട്ട് ഷേപ്പാക്കി എടുക്കണം കേട്ടോ. ഇതിക്ക് പിന്നെ ഞാൻ ബ്രെഡ് പൊടി ഒന്നും ചേർത്തിട്ടുണ്ടായില്ല, ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഇത് അത്യാവശ്യം ടൈറ്റായിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ചിക്കനൊക്കെ ചേർത്തത് കൊണ്ടായിരിക്കാം. അപ്പം അത്യാവശ്യം നല്ല ഉഷാറായിട്ട് തന്നെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിരിക്കണേ. അപ്പം ഇനി ബാക്കിയുള്ള കട്ട്ലേറ്റും കൂടി ഒന്ന് ശരിയാക്കി എടുക്കട്ടെ. അപ്പം പിന്നെ കട്ട്ലേറ്റ് മാത്രമല്ല ഒരു വരിയും കൂടി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ കട്ട്ലേറ്റ് ഞാനിതാ ഒരു 10-11 കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എണ്ണക്കം കറക്റ്റ് തന്നെ അല്ലേ? ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇനി കളിയാക്കൂലേ എനിക്ക് എണ്ണാനും അറിയില്ലേന്ന് ചോദിച്ചിട്ട്. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്യാൻ ഞാൻ ബീറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് നീയക്കുട്ടി ഇതാ വന്നിട്ട് ഓളാണ് കേട്ടോ മുട്ടയൊക്കെ മിക്സാക്കി തന്നത്. ബ്രെഡ് ക്രംസിൽ മുക്കി ഇങ്ങനെ എടുത്തോ. ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മുകളിൽ കൂടി ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ ആക്കിയിട്ട് ഒറ്റ വെക്കല് കേട്ടോ. പൊട്ടിക്കരുത്. മോൾക്ക് കുറച്ച് വിതറിന് മതി മതി മതി. ഒരുപാടാക്കണ്ട. വല്ല ജസ്റ്റ് ഇങ്ങനെ ഇപ്പുറം ഇടുക, അപ്പുറം തിരിച്ചിടുക, ഇങ്ങനെ സൈഡ് കൂടി ആക്കുക, എടുത്തു വെക്കുക. ഓക്കെ, ഒരുപാടാക്കരുത് കേട്ടോ. എനിക്ക് ഈ ഒരു പണിയാണ് ഈ മുട്ടിയിൽ മുക്കലും അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കലും. അത് ഒരു നമ്മളൊരാൾ ചെയ്യുമ്പോൾ അത് എനിക്കൊരു ഗതികേടായിട്ടാണ് തോന്നല് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും നീയക്കുട്ടിൻ്റെ സഹായത്തിന് വിളിച്ചിരിക്കണേ. ഏതായാലും അത് പഠിപ്പിക്കണ ട്യൂട്ടോറിയലും നടക്കുന്നുണ്ട്, അതുകൊണ്ട് ചെയ്തു തരുന്നുണ്ട് കേട്ടോ. അവള് പിന്നെ അത്യാവശ്യം നല്ല രീതിക്കൊക്കെ തന്നെ സെറ്റാക്കി തന്നിട്ടുണ്ടേനു. അതുകൊണ്ട് പിന്നെ എനിക്ക് വല്ലാതെ പണിയെടുക്കേണ്ടിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കട്ട്ലേറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അടിയിൽ ഞാൻ പഴംപൊരിക്കുള്ള മാവും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടേനെ. അപ്പോൾ ആദ്യം പഴംപൊരി പൊരിച്ചിട്ട് പിന്നെ കട്ട്ലേറ്റ് പൊരിച്ചെടുക്കാൻ വിചാരിച്ചു. കട്ട്ലേറ്റ് പൊരിച്ചുമ്പോൾ ആ എണ്ണയൊക്കെ പിന്നെ ഒരു 10 ദിവസമൊക്കെ പറ്റാത്ത കോലത്തിലാകുമല്ലോ. അതുകൊണ്ട് ആദ്യം പഴംപൊരി പൊരിച്ചാന്ന് വിചാരിച്ചു. ഞാനല്ലെങ്കിൽ 2 എണ്ണക്കടിയൊന്നും ഉണ്ടാക്കൂല കേട്ടോ. ഒരു എണ്ണക്കടി ഉണ്ടാക്കും, അത് തന്നെ ഞാൻ കൃത്യമാക്കിയിട്ട് ഒരു കണക്കിനുണ്ടാക്കലുള്ളൂ. ഒരുപാട് ഉണ്ടാക്കിയാലും അത് ആ ഒരു സമയം ഇരുന്നിട്ട് മക്കളൊക്കെ തിന്ന് കഴിക്കും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പാകത്തിന് ഉണ്ടാക്കിയാൽ മതി, അതാകുമ്പോൾ കഴിഞ്ഞാൽ പരിപാടി നിർത്തുമല്ലോ. അത് വിചാരിച്ചിട്ട് എന്നും ഞാൻ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കല്. ഇന്നിപ്പോൾ ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയില്ല ചായക്കടിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ 2 എണ്ണം ഉണ്ടാക്കിയത്. പക്ഷെ എന്നാലും ഞാൻ കട്ട്ലേറ്റ് ആയാലും പഴംപൊരി ആയാലും ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരു മിതമായ രീതിയിൽ, എന്നാൽ പിന്നെ കുറച്ചുണ്ടേനും ആ ഒരു രീതിയിൽ. അപ്പം നമ്മളെ പഴംപൊരി പൊരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മളെ കട്ട്ലേറ്റ് പൊരിച്ചെടുക്കുന്നത്. ഇപ്രാവശ്യത്തെ നോമ്പിന് മിക്കവാറും എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു പൊരിയൊക്കെ ആയിട്ട് ഉണ്ടാകലുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഞാൻ അങ്ങനെ ഉണ്ടാക്കലൊന്നുമില്ല. ചിലപ്പോൾ തരിക്കഞ്ഞി ഉണ്ടാക്കും. ഇപ്പോൾ തരിക്കഞ്ഞി ആർക്കും പറ്റണില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കൽ തന്നെയല്ല. ഇപ്പോൾ തരിക്കഞ്ഞി ഇപ്പോൾ കുറച്ച് ദിവസമായി ഉണ്ടാക്കിയിട്ട്, ഇന്നാളുണ്ടാക്കിയിട്ട് തന്നെ കുറേ ബാക്കിയായി. അതിന് പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കണ്ട എന്നുള്ളത്. എപ്പോഴും ഉണ്ടാക്കുമ്പോഴേ ഓൽക്കൊരു മടുപ്പാണ്. എപ്പോഴെങ്കിലും ഒരു ദിവസമൊക്കെ കുറച്ചുണ്ടാക്കാനേ പറ്റുള്ളൂ. അതിൻ്റെ അടുത്ത് നീക്കുട്ടീനെ ഇട്ടാ വന്നിട്ട് ഇട്ടെന്നിട്ടുണ്ടെങ്കിൽ ഒന്നിൻ്റെ മേലെ കൂടെ ഒന്നൊക്കെ ആയിട്ട് കിട്ടുന്നതോളാണ്.
അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫ്രൈ ചെയ്യൽ പരിപാടി കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി വെച്ചിരിക്കണേ. ഈ സമയമായപ്പോഴത്തേന് നമ്മൾ നീയക്കുട്ടി ചെറുതായിട്ടൊന്ന് കുഴങ്ങിട്ടോ. ഓക്ക് ഒരു 5 മണി ഒക്കെ ആകുന്ന സമയത്താണ് പിന്നെ ഒരു കുഴക്ക് വരിക കേട്ടോ. അപ്പോൾ ആ സമയം വരെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ തുള്ളിച്ചാടി ഇങ്ങനെ നടക്കുക. അപ്പം ഞാൻ തന്നെ എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കണ്ടേ, മോളെ ചേട്ടൻ നോമ്പ് മുറിച്ചിക്കണം എന്നെ കാണാതെ, അത്രക്കും നല്ല ഉഷാറിക്കാരെ. ആ ഒരു സമയമാകുമ്പോൾ പിന്നെ ആൾ കുഴങ്ങും കേട്ടോ. അപ്പോൾ അജുവാണ് പോയിട്ട് പള്ളിയിൽ നിന്ന് ചോറൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. കാരണം ഇനിയിപ്പോൾ ഇന്ന് കുഞ്ഞുട്ടിക്ക് പണിയുണ്ട്. അപ്പോൾ പിന്നെ 4 മണിയൊക്കെ ആകുമ്പോൾ അജു പോയി അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് മൗലൂദൊക്കെ കഴിഞ്ഞ് ചോറും വാങ്ങിയിട്ട് പോരും. അങ്ങനെയാണ്. അപ്പോൾ ഓനെ കൊണ്ട് തന്നെ പൈനാപ്പിൾ കൊണ്ടിരിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാണ് കേട്ടോ ചോറ് കിട്ടുക. അപ്പോൾ പിന്നെ വീട്ടിലെത്തിയ പാടനെ വേഗം ഞാൻ അതൊക്കെ ഒന്ന് പാത്രം മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. ബിരിയാണിയാണേ. കിട്ടിയ ബിരിയാണി ഒരു 2 ദിവസം നമുക്ക് തിന്നാനുള്ളതുണ്ടായിനി കേട്ടോ. ഇതിൻ്റെ പകുതി ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അതന്നെ ഇട്ടിട്ട് വൈകുന്നേരത്ത് ചൂടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ എടുത്തുകാണ്ട് ചൂടാക്കി തിന്നുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റുമാണ്. എന്ത് അപ്പൊ നോൽമില്ലേ? മിക്സി ഓണായ ഓൻ പാഞ്ഞത്തും ചൂച്ച് ചൂച്ച് ചട്ടി നോമ്പ് നോറ്റവനെ. ചൂച്ചിന് കാത്തുക്ക വെച്ചിതായിരിക്കട്ടെ, എന്നിട്ട് തരാട്ടാ. ചട്ടി നോമ്പ് നോറ്റവനെ. പിന്നെ ഞാൻ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിനി കേട്ടോ. പൈനാപ്പിൾ വലിയൊരു പൈനാപ്പിൾ ഇനി അതുകൊണ്ട് കയ്യിൽ കുറച്ച് ജ്യൂസ് അടിച്ചിട്ട് ബാക്കി കുറച്ച് വെട്ടിയും വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ, നമ്മൾ നോമ്പ് തുറ ഇന്നൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ മാത്രം ബുദ്ധിയിൽ ഉദിച്ചൊരു ഐഡിയ ആണ് കേട്ടോ. മക്കളടുത്ത് പറഞ്ഞപ്പോൾ ഓൽക്കും നല്ല ഇൻട്രസ്റ്റ്. അപ്പം ഇപ്പം എല്ലാവരും ഔട്ട്ഡോർ ആണല്ലോ, എന്താണ് നോമ്പ് തുറവയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മളെ മുറ്റത്തിരുന്ന് എന്തായാലും നമുക്ക് നോമ്പ് തുറക്കാൻ പറ്റില്ല, കാരണം റോഡും ഒക്കെ ആകുമ്പോൾ അത് നമുക്കൊരു ഗതികേടാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞെന്നാൽ നമുക്ക് വാർപ്പിൻ്റെ മുകളിൽ നിന്നിട്ട് നോമ്പ് തുറക്കാം എന്നുള്ളത്. ഇതിപ്പോൾ കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ്, കാരണം എല്ലാതും മേലേക്ക് വലിച്ചു കൊണ്ടുവരണല്ലോ. പക്ഷെ എന്നാലും നല്ലൊരു വൈബേനി കേട്ടോ. ആ ഒരു ഇളങ്കാറ്റിൽ ആടാത്ത തേങ്ങാക്കുലകളും ഈ ചെറിയൊരു ഇളങ്കാറ്റിൽ ഇങ്ങനെ ആടണ ഇലകളും ആ ഒരു കാറ്റൊക്കെ ഇങ്ങനെ കൊണ്ട് നല്ല സമാധാനത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് നോമ്പൊക്കെ മുറിക്കാൻ നല്ലൊരു രസം വൈബൊക്കെ ഉണ്ടേനി കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും ഞങ്ങൾ മാഷാ അല്ലാഹ് സന്തോഷമായിട്ട് ഇപ്രാവശ്യത്തെ നോമ്പൊക്കെ തുറന്നിങ്ങനെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ചെറിയൊരു കുഞ്ഞു വീഡിയോ ഇനി. അപ്പോൾ മെഹന്തി വേണ്ടവർ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഞങ്ങളെ നോമ്പ് തുറ സെറ്റപ്പൊക്കെ എങ്ങനെയുണ്ട്, നിങ്ങളെ അഭിപ്രായമൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.